ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ ഫിനാലെ വീക്കാണ്. 25ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസണായിരുന്നു ഇത്. അതിൽ എവിക്റ്റായി പോയ മത്സരാർത്ഥികളെല്ലാം തിരികെ ഹൗസിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം എത്തിയത് ചാൻമണി ദാസാണ്. പിന്നീട് യമുനയും പൂജയും ശ്രീരേഖയും എത്തി. ഇന്ന് രാവിലെ റെസ്പിനും എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ റീ എൻട്രികൾ ഉണ്ടായിരിക്കും. ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക. ഇപ്പോൾ ഹൗസിൽ 6 പേരാണ് ഫൈനലിസ്റ്റുകളായി അവശേഷിക്കുന്നത്. മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ കഴിയുമ്പോൾ പുറത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചിത്രം ഫൈനലിസ്റ്റുകൾക്ക് ലഭിക്കും. പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ പറയരുതെന്ന നിർദ്ദേശം റീ എൻട്രി നടത്തുന്ന മത്സരാർത്ഥികൾക്കുണ്ട്. എങ്കിലും തൊട്ടും തൊടാതെയും ക്ലൂകൾ നൽകാൻ തിരികെ എത്തുന്നവർ ശ്രമിക്കുന്നുണ്ട്. പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനും മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട്. റീ എൻട്രികൾ വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ ജാസ്മിനൊപ്പം പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഗബ്രി ഹൗസിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനാണ്. കാരണം അത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച കോംബോയായിരുന്നു ജബ്രി കോംബോ. ഹൗസിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവരും കോംബോ ഗെയിം കളിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന് നെഗറ്റീവ് ഇമേജ് കൂടിയത്. ഫാമിലി വന്നപ്പോൾ ചില സൂചനകൾ നൽകിയെങ്കിലും ജാസ്മിൻ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഗബ്രി 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹൗസിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം പുറത്തായത്. അന്ന് അത് ജാസ്മിന് വലിയൊരു ഷോക്കായിരുന്നു. ദിവസങ്ങളോളം ഗബ്രിയുടെ പേരുച്ചരിച്ച് ക്യാമറ നോക്കി കരയുകയും ഗബ്രിയുടെ വസ്ത്രവും മാലയും ഫോട്ടോയും എല്ലാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു. പിതാവ് ഫാമിലി വീക്കിൽ ഹൗസിലെത്തിയപ്പോഴാണ് അവയെല്ലാം ജാസ്മിന്റെ കയ്യിൽ നിന്നും പിടിച്ച് മേടിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചത്. കഴിഞ്ഞ ദിവസം വാഴയിലയിൽ ഗബ്രി എന്ന് എഴുതി വയ്ക്കുന്നതും കണ്ടു. എവിക്റ്റായ മത്സരാർത്ഥികൾ ഓരോരുത്തരായി റീ എൻട്രി നടത്തി തുടങ്ങിയതോടെ ഗബ്രിയെ സ്വീകരിക്കാനുള്ള ത്രില്ലിലാണ് ജാസ്മിൻ. ഓരോ പെട്ടിയും മറ്റും വരുമ്പോൾ വളരെ ആവേശത്തോടെ ആദ്യം ഓടിയെത്തി നോക്കുന്നതും ജാസ്മിൻ തന്നെയാണ്. ഇന്നോ നാളെയോ ഒക്കെ ഗബ്രിയുടെ റീ എൻട്രി ഉണ്ടാകും. ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വിവിധ പരിപാടികളും ഫാമിലി ഫംഗ്ഷനുകളുമൊക്കെയായി തിരക്കിലായിരുന്നു ഗബ്രി. ചെന്നൈയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ ഗബ്രി ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. താനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണെന്നാണ് ഗബ്രി പറഞ്ഞത്. വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ആദ്യത്തേതുപോലെ എല്ലാവരുമായും ഒത്തുകൂടാൻ പറ്റുന്ന അവസരമല്ലേ, സന്തോഷം തന്നെ. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് സംസാരിക്കാറുണ്ട്. ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ക്രിറ്റിസിസവും എല്ലാം ഉണ്ട്. എല്ലാം ഓരോ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. ജാസ്മിനെ കാണുമ്പോൾ ആദ്യം ഹായ് എന്നാകും പറയുക. ഞാനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണ്. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്ക് സപ്പോർട്ട് കൊടുത്തത് സന്തോഷമുള്ള കാര്യമാണെന്നാണ് ഗബ്രി പറഞ്ഞത്. റീ എൻട്രിക്കായി ചെന്നൈയിലേക്ക് പുറപ്പെട്ടുവെന്ന് സൂചന നൽകി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഗബ്രി പങ്കിട്ടിട്ടുണ്ട്. ആർ യു റെഡി എന്ന ക്യാപ്ഷൻ നൽകി തന്റെ 2 ഫോട്ടോകളും ഗബ്രി പങ്കിട്ടു. നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തിയത്. ആശംസകൾ നേർന്നും രോഷം പ്രകടിപ്പിച്ചും കളിയാക്കിയുമെല്ലാം കമന്റുകളുണ്ട്. അവയിൽ ചിലത് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ 2 പേരെയും ഒറ്റ ഫ്രെയിമിൽ കാണാൻ കാത്തിരിക്കുന്നു. പക്ഷേ ജാസ്മിനെ വേദനിപ്പിക്കരുത്. ഗബ്രി എണ്ണ കേറി കൊച്ചിനെ അങ്ങ് പ്രൊപ്പോസ് ചെയ്ത് TRP അങ്ങ് തൂക്കടാ മോനെ. ക്ലൈമാക്സ് അല്ലേ, കുറച്ച് പഞ്ചായിക്കോട്ടെ. ഒരുപാട് പുഞ്ചിരിക്കുക, മധുരമായിരിക്കുക. ഗബ്രി ആശംസകൾ. ജാസ്മിനെ അവോയ്ഡ് ചെയ്യരുത്, ഫിനാലെയല്ലേ എന്നൊക്കെയാണ് കമന്റുകൾ.